ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ അനീഫിക്കയുടെ മിമിക്രി കണ്ടുകൊണ്ടാണ്. അന്ന് അവാർഡ് നിശകളിലെല്ലാം അനീഫിക്കയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട്. അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും. എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം അനീഫിക്ക തന്നെയാണ്. അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അനീഫിക്ക കാണിക്കുമായിരുന്നു. എറണാകുളത്ത് തന്നെ ഒത്തിരി പരിപാടികൾ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടിനടുത്തുള്ളൊരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അനീഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത്. പിന്നെ ആൽബസ് സ്കൂളിൽ അനീഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് അനീഫിക്ക കുറേ താരങ്ങളെ കാണിക്കും. പക്ഷെ അന്ന് അനീഫിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് അനീഫിക്കയുടെ പുറകെ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട്. കാറിൽ കയറുന്ന സമയം, അംബാസിഡർ കാറിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് ആ അനീഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനീഫിക്കയുടെ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പം അനീഫിക്ക പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്, കാരണം അനീഫിക്കയുടെ ഒരു സ്വഭാവം ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അനീഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഫിക്ക.